ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ വളരെ താമസം നേരിടുന്ന ഒരു സത്യം ഇതാണ്. എന്താണെന്നല്ലേ? ശ്രദ്ധിച്ചു കേൾക്കൂ. അനുകൂലമായ സമയങ്ങളിൽ കഠിനമായി ലക്ഷ്യത്തെ നേടുവാൻ പരിശ്രമിക്കാതെ ആ ഒരു നിമിഷം ലഭിക്കുന്ന നൈമിഷിക സുഖങ്ങളിൽ സ്വയവും സ്വന്തം ലക്ഷ്യത്തെയും മറന്ന് ജീവിച്ചു പോയാൽ ഭാവിയിൽ അല്ലെങ്കിൽ നാളെ അത് നമുക്ക് പരാജയത്തിനും ദുഃഖത്തിനും കാരണമായി തീരുമെന്നത് നമ്മളെല്ലാവരും ഈ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് പഠിച്ചിരിക്കും. കാലം അത് നമ്മെ കൊണ്ട് പഠിപ്പിക്കും. എന്നിട്ടും പഠിക്കാത്തവൻ, ആചാര്യസ്വാമികൾ പറയുന്നത് പോലെ, മനുഷ്യരൂപേണ മൃഗം ചരന്തി. മനുഷ്യൻ്റെ ശരീരമുള്ള മൃഗമായി നമുക്ക് ജീവിക്കാം. പക്ഷേ അതിനു വേണ്ടിയിട്ടല്ലല്ലോ ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ഈ മനുഷ്യ ശരീരം ലഭിച്ചിട്ടുള്ളത്. ഒരു 4 വരി ശ്ലോകം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. പരിശ്രമം ചെയ്യുകിലെന്തിനേയും തൻ വശത്താക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മനുഷ്യനെ പാരിലേക്കയച്ചതീശ്വരൻ. ദർ ഈസ് നത്തിങ് ഇമ്പോസിബിൾ അണ്ടർ ദി സൺ. പരിശ്രമിക്കുവാൻ തയ്യാറാണെങ്കിൽ മാത്രം നേടാൻ സാധിക്കാത്തതായ യാതൊരു കാര്യവും ഇവിടെയില്ല. എന്നാൽ സുഖിച്ച് അലസനായി ജീവിച്ചാൽ 100 വർഷങ്ങളല്ല 100 ജന്മങ്ങളെടുത്താലും വിജയം കൈവരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ കണ്ടത് ഭഗവത മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിലെ 17-ാമത് ശ്ലോകം വരെയാണ്. സൂത ശൗനക സംവാദമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൂതൻ ശൗനകനോട് പറയുന്നു, ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത് രാജാവിന് ഭാഗവത കഥാമൃതത്തെ നിർദ്ദേശിക്കുവാൻ ആരംഭിക്കുന്ന വേളയിൽ ദേവന്മാർ വന്ന് ഞങ്ങളുടെ കയ്യിലെ അമൃതകലശത്തെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് അങ്ങ് പറയുവാൻ ഉദ്ദേശിക്കുന്നതായ ഭാഗവതാമൃതത്തെ ഞങ്ങൾക്ക് നൽകൂ എന്ന് ദേവന്മാർ തങ്ങളുടെ ആഗ്രഹം അറിയിച്ചെങ്കിലും ദേവന്മാർക്ക് ഭാഗവതാമൃതത്തെ നൽകുവാൻ ശുഖബ്രഹ്മർഷി തയ്യാറായില്ല. കാരണം ദേവന്മാരായതുകൊണ്ടൊരിക്കലും ഭാഗവതാമൃതം കേൾക്കുവാനുള്ള യോഗ്യത ലഭിക്കുകയില്ല. അതിന് അനന്യമായ ഭക്തി ആവശ്യമാണ്. ഇവിടെ നമ്മുടെ ശ്രദ്ധയെ മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തക്ഷകദംശനം ഏറ്റ് ശരീരം ഉപേക്ഷിച്ച പരീക്ഷിത് രാജാവിന് മോക്ഷത്തെ ലഭിച്ചതുകണ്ട് ബ്രഹ്മദേവൻ അത്ഭുതപ്പെട്ടുപോയി. അങ്ങനെ തൻ്റെ സംശയം തീർക്കുവാൻ വേണ്ടി ബ്രഹ്മദേവൻ ഒരു തുലാസെടുത്ത് അതിൻ്റെ ഒരു തട്ടിൽ ഭാഗവത ശാസ്ത്രത്തെയും മറ്റൊരു തട്ടിൽ മോക്ഷസാധനങ്ങളായ 6 ശാസ്ത്രങ്ങളെയും തൂക്കി നോക്കുവാൻ ആരംഭിക്കുകയാണ്. തുടർന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? ഏതിനായിരിക്കും ഭാരം കൂടുതൽ? ഭാഗവത ശാസ്ത്രത്തിനായിരിക്കുമോ അതോ മറ്റ് 6 ശാസ്ത്രങ്ങൾക്കായിരിക്കുമോ? ലഘൂന്യാനി ജാതാനി ഗൗരവേണ ഇതം മഹത് തഥാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയോ. ഇവിടെ സംഭവിച്ച അത്ഭുതം എന്താണെന്ന് നോക്കൂ. 6 ശാസ്ത്രങ്ങളും അവയുടെ അംഗങ്ങളും ന്യൂനങ്ങളായിട്ടും, അതായത് ഭാരം കുറഞ്ഞിട്ടും, എന്നാൽ ഭാഗവത ശാസ്ത്രമാകട്ടെ അതിൻ്റെ ഗൗരവാധിക്യത്താൽ ഭാരമേറിയതായിട്ടും കാണപ്പെട്ടു. ഇത് ദർശിച്ച് സത്യലോകത്തിലുള്ള ഋഷിമാരെല്ലാം വിസ്മയത്തോടെ, ഒന്നും പറയാൻ സാധിക്കാതെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ് അവിടെ. മേ നിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠഫലദായകം. അങ്ങനെ ഈ ഭാഗവത ശാസ്ത്രത്തെ ഈ ഭൂമിയിൽ ഇന്നു കാണുന്ന ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായി ഋഷിമാർ നിശ്ചയിച്ചു. അങ്ങനെയുള്ള ഈ ഭാഗവതം ആരാണോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ വൈകുണ്ഠപ്രാപ്തി സിദ്ധിക്കുന്നതാണ്. വൈകുണ്ഠത്തെ പ്രാപിക്കാൻ സാധിക്കും എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, വൈകുണ്ഠം എന്ന ശബ്ദത്തിന്
എന്തർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മൾ തെറ്റിദ്ധരിക്കും ഇത് ആകാശത്തിന് മുകളിൽ ഏതോ ഒരു ലോകമുണ്ട്, വൈകുണ്ഠം, അവിടെ മഹാവിഷ്ണു, ലക്ഷ്മി ദേവി അനന്തശയനന് മുകളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ തെറ്റുപറ്റിയത് അതിൻ്റെ അർത്ഥത്തെ ശരിയായി മനസ്സിലാക്കാത്ത നമുക്ക് തന്നെയാണ്. വിഗത കുണ്ഠിതം ഇത് വൈകുണ്ഠ. കുണ്ഠിതം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അശാന്തി, വിഷമം, അസ്വസ്ഥത. വിഗത, വിഗത എന്നാൽ ഇവിടെ അർത്ഥം ഈ വിഷമങ്ങൾ, അശാന്തി ഒന്നും മനസ്സിനെ ബാധിക്കാത്ത ഒരവസ്ഥ. അങ്ങനെയൊരു സ്ഥാനത്തിൻ്റെ പേരാണ്, അങ്ങനെയൊരു അവസ്ഥയുടെ നാമമാണ് എന്ത്? വൈകുണ്ഠം. ഭാഗവതം പഠിച്ചാൽ വൈകുണ്ഠം പ്രാപ്തി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മനസ്സിനെ ഒരിക്കലും പിന്നീട് ദുഃഖമോ പരാജയമോ ഭയമോ അശാന്തിയോ സ്പർശിക്കുക പോലുമില്ല. വൈകുണ്ഠത്തെ പ്രാപിച്ചാൽ പിന്നെ ദുഃഖം എവിടെയാണുള്ളത്? അങ്ങനെ ഈ ശ്രീമദ് ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളിൽ ഭഗവാന്റെ 12 അംഗങ്ങളായും പൂർണ്ണ ഭാഗവതത്തെ ഭഗവാന്റെ പൂർണ്ണ സ്വരൂപമായിട്ടും വേണം മനസ്സിലാക്കുവാൻ. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് ചോദിക്കുവാൻ ഒട്ടും മടി കാണിക്കരുത്. സംശയങ്ങൾക്കുള്ള ഉത്തരം ചോദിച്ചാൽ മാത്രമേ പ്രാപ്തമാകൂ. സംശയമുള്ളവർക്കു മാത്രമേ ശരിയായ പാതയും തിരിച്ചറിയാൻ സാധിക്കൂ. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകും. ഹരി ഓം, പ്രണാമം.